സോ ഡിസൈൻ എന്ന് പറയുന്നത് മേക്കിംഗ് തിങ്സ് ബ്യൂട്ടിഫുൾ എന്നാണ് ഒരുപാട് പേര് മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ അതിപ്പോൾ ലോഗോ ആയാലും, അല്ലെങ്കിൽ അത് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണോ, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ. സോ ഇതൊക്കെയാണ് ആൾക്കാർ ഡിസൈൻ എന്ന് പറഞ്ഞ് മനസ്സിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ ഡിസൈൻ എന്ന് പറയുന്നത് ആർട്ടാണെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഗൂഗിളാണോ ചാറ്റ് ജി പി ടി ആണോ കൂടുതലായിട്ടും നിങ്ങളിപ്പോൾ കറണ്ട്ലി യൂസ് ചെയ്യുന്നത്? പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം ഒരു പക്ഷേ നിങ്ങൾ ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുന്നത്. നൗ ഐ വിൽ ടെൽ യു ദാറ്റ് വാട്ട് ഈസ് ഡിസൈൻ. സോ എൻ്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ 2013 ഞാൻ ഡിസൈൻ ഫീൽഡിലേക്ക് ഒരു പടി ഞാൻ വെക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാം, ഞാൻ ആദ്യം പഠിച്ച സോഫ്റ്റ്വെയർ ഫോട്ടോഷോപ്പാണ്. അപ്പോൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇമേജ് എഡിറ്റിങ്ങിന് വേണ്ടി, അതായത് കളർ കുറയ്ക്കുക, അല്ലെങ്കിൽ കുറച്ച് കർവ് യൂസ് ചെയ്തിട്ട് കളേഴ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. സോ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആദ്യ സമയത്ത് യൂസ് ചെയ്തത്. സോ പിന്നീട് കോളേജിലേക്ക് വന്നപ്പം, എൻ്റെ ബി ടെക് കോളേജിലേക്ക് വന്നപ്പോഴാണ് കുറച്ചും കൂടി ഇതിൻ്റെ ഒരു, അതായത് ഫെസ്റ്റ് ഇവൻറ്റ്സൊക്കെ വരുമ്പം ഞാൻ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ അത്തരം ടൈപ്പ് ഓഫ് ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്നു. ഫോട്ടോഷോപ്പ് മാത്രമല്ല, അവിടെ ഇല്ലുസ്ട്രേറ്റർ, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, പ്രീമിയർ, ആഫ്റ്റർ എഫക്ട്സ്. സോ ഇതൊക്കെ ഒരുപാട് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ കോളേജ് കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു 8th സെമ്മൊക്കെ ആയപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും ഇൻ്റർവ്യൂസിനൊക്കെ പോകുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്ന രീതിയിൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞാനൊരു പേപ്പർ എടുത്തിട്ട് എനിക്ക് എന്തൊക്കെ അറിയാം എന്ന് ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തപ്പം എനിക്ക് ഫോട്ടോഷോപ്പ് അറിയാം, എനിക്ക് ഇല്ലുസ്ട്രേറ്റർ അറിയാം, എനിക്ക് ആഫ്റ്റർ എഫക്ട്സ് ആ സമയത്തൊക്കെ അത്യാവശ്യം ഞാൻ മാസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എഡിറ്റിംഗ് വേണ്ടി പ്രീമിയർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 സോഫ്റ്റ്വെയർ വെച്ചിട്ട് ജോബ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം അപ്ലൈ ചെയ്തത്, എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് ഫോട്ടോഷോപ്പാണ്. അപ്പോൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ജോബ് കിട്ടുമോ എന്ന് ഞാനിങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്യപ്പോഴാണ് ഗ്രാഫിക് ഡിസൈൻ ജോബ് എന്ന് പറയുന്ന ഒരു വേഡ്, അതായത് ഗ്രാഫിക് ഡിസൈൻ എന്ന് പറഞ്ഞൊരു വേഡ് അന്നാണ് ഞാൻ കൂടുതലായിട്ടും മനസ്സിലാക്കിയത്. സോ ഡിസൈൻ എന്ന് പറയുന്നത് ജസ്റ്റ് വെറും ഒരു സാധനത്തിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നതല്ല. ഡിസൈൻ എന്നൊരു കാര്യമാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശരിക്കും എന്താണ് ഡിസൈൻ? സോ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമിനെ മീനിങ് ഫുൾ സൊല്യൂഷനാക്കി മാറ്റുന്ന ഒരു ഇൻറ്റൻഷണൽ പ്രോസസ്സാണ് ഡിസൈൻ എന്ന് പറയുന്നത്. അതൊരു ലോഗോ ആയാലും, അല്ലെങ്കിൽ അതൊരു ചെയർ ആയാലും, അല്ലെങ്കിൽ അതൊരു മൊബൈൽ ആപ്പ്, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ്, അല്ലെങ്കിൽ ഒരു പോളിസി ആയാലും, ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എല്ലാം സെയിം ആണ്, അതായത് ഒന്ന് തന്നെയാണ്. ഈ കാണുന്ന ബോട്ടിൽ, ഇത് എൻ്റെ ഒരു ബോട്ടിലാണ്, ഞാൻ യൂസ് ചെയ്തൊരു ബോട്ടിലാണ്. അപ്പോൾ ഈ ബോട്ടിൽ എന്ന് പറയുന്നതിൻ്റെ യൂസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോട്ടിൽ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് 100% ഞാൻ സമ്മതിക്കുന്നു. ഇനി ഈ ടൈപ്പ് ഓഫ് ഇത് ഏത് ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ബോട്ടിൽ? ഇത് കുട്ടികൾക്കും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ മുതിർന്നവർക്കും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു സാധാരണ ഒരു ബോട്ടിലാണ്. ഇതിന് നമ്മളിതാ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു സിപ്പർ വരുന്നുണ്ട്. അപ്പം ഈ സിപ്പറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിപ്പർ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിപ്പോൾ തുറന്നിട്ട് യൂസ് ചെയ്യണമെങ്കിൽ, ഇതിപ്പോൾ തുറന്നിട്ട് നമുക്കിങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് മെനക്കേടാണ്. കാരണം തുറക്കണം, അടയ്ക്കണം. ഇറ്റ്സ് ഒരു നമുക്ക് ടാസ്ക് കൂടുതൽ വരുന്ന ഒരു പ്രോബ്ലംസാണ്. അതേസമയം നമ്മുടെ ടാസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഒരു നമ്മൾ അടച്ചു കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. ഇത് ഓപ്പൺ ആയി ജസ്റ്റ് ഇത് അടച്ചാൽ മതി. ഇത് തന്നെയാണ് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് ടാസ്ക് കുറച്ച് ആൾക്കാരെ കുറച്ചും കൂടി, അതായത് നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് വെച്ചിട്ട് അവരെ മനസ്സിലാക്കിയിട്ട് അവരുടെ പ്രോബ്ലംസായിട്ട്, അതായത് തുറന്നിട്ടുള്ള ആ ഒരു പ്രോബ്ലംസ് കുറച്ചിട്ട് ഈ കാണുന്ന സിപ്പറിലൂടെ വെള്ളം കുടിക്കാൻ പറ്റണം. സോ എല്ലാവരും കരുതുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക് ഡിസൈനിങ് മാത്രമാണ് ഡിസൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നോ, ഇറ്റ്സ് എ വെരി ബ്ലണ്ടർ ഐ തിങ്ക്. അവിടെ മോഷൻ ഡിസൈനേഴ്സ് ഉണ്ട്, UX ഡിസൈനേഴ്സ് ഉണ്ട്, ടെക്സ്ചർ ഡിസൈനേഴ്സ് ഉണ്ട്, ഫാഷൻ ഡിസൈനേഴ്സ് ഉണ്ട്, പ്രോഡക്റ്റ് ഡിസൈനേഴ്സ് ഉണ്ട്. സോ ഇത്രയും ഡിസൈൻസ് ഏരിയാസ് കുറേ ഉണ്ട്. പക്ഷേ ഇവരെല്ലാം ചെയ്യുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇവരെല്ലാം തന്നെ ഒരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്: ഐഡൻറ്റിഫൈ ദി പ്രോബ്ലംസ്, ക്രിയേറ്റ് സൊല്യൂഷൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് യുവർ പീപ്പിൾ. ഇതാണ് ആക്ച്വലി ഡിസൈൻ എന്ന് പറയുന്നത്.